എക്സൽ ടേബിൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള 5 പ്രയോജനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു നോർമൽ ഡേറ്റ റേഞ്ചിനെ എക്സൽ ടേബിളാക്കി മാറ്റുന്നതിലൂടെ എത്രത്തോളം സമയം നമുക്ക് ലാഭിക്കാം, അതെങ്ങനെയാണ് നമ്മുടെ ജോലി എളുപ്പമാക്കുന്നത് നോക്കാം. സെൽഫോൺ, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് ഡേറ്റയാണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ ബിൽ നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ പ്രോഡക്റ്റിൻ്റെ പേര്, മൂന്നാമത്തെ കോളത്തിൽ ഓരോ പ്രോഡക്റ്റും എത്ര എണ്ണം വീതം വിറ്റുപോയെന്നുള്ള ഡീറ്റെയിൽസ്, പ്രൈസ് എന്ന നാലാമത്തെ കോളത്തിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും വില. ഇതേ ഡേറ്റ തന്നെയാണ് ഇവിടെ വലതുവശത്തും കാണുന്നത്. ഇനി ഈ 2 ഡേറ്റ റേഞ്ചുകളിൽ വലതുവശത്തുള്ള ഡേറ്റ റേഞ്ചിനെ ഞാനൊരു എക്സൽ ടേബിളാക്കി മാറ്റുന്നു. അതിനുവേണ്ടി ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ടാബിൽ പോവുക. ടേബിൾ, ക്രിയേറ്റ് ടേബിൾ എന്നൊരു ഡയലോഗ് വന്നു. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി. ഇവിടെ ടേബിൾ ഡിസൈൻ എന്ന ടാബ് വന്നാൽ കാണാം. ഈ ടേബിളിന് പേര് കൊടുക്കണമെങ്കിൽ ഈ കാണുന്ന ഇൻപുട്ട് ബോക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ടേബിളിന് സെയിൽസ് ഡേറ്റ എന്ന പേര് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. പേര് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യാം. ഡേറ്റ എക്സൽ ടേബിളായി മാറിയതോടൊപ്പം ഇവിടെയുള്ള കോളം ഹെഡേഴ്സിൻ്റെയും ഇടവിട്ടുള്ള വരികളുടെയും കളർ മാറിയത് കാണാം. ഇനി ഫോമാറ്റിംഗ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സൽ ടേബിളിൻ്റെ ഭാഗമായിട്ടുള്ള ടേബിൾ സ്റ്റൈൽസ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടുന്ന് ഓറഞ്ച് സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. ഈ ഫിൽറ്റർ ബട്ടൺസ് റിമൂവ് ചെയ്യാനായിട്ട് ഫിൽറ്റർ ബട്ടൺ. എക്സൽ ടേബിൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ അഡ്വാൻറ്റേജ് കാൽക്കുലേറ്റഡ് കോളംസ് ആണ്. എന്താണ് കാൽക്കുലേറ്റഡ് കോളംസ് നോക്കാം. ഈ ആദ്യത്തെ ടേബിളിലെ ഓരോ ബില്ലിൻ്റെയും ടോട്ടൽ എമൗണ്ട് കണ്ടെത്തണമെന്ന് വിചാരിക്കാം. അതിന് യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എമൗണ്ട് എന്ന പുതിയൊരു കോളം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈക്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്, എൻ്റർ. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഓരോ ബില്ലിൻ്റെയും എമൗണ്ട് നമുക്ക് കിട്ടി. ഇനി ഈ എക്സൽ ടേബിളിൽ ബിൽ എമൗണ്ട്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ടേബിളിന് തൊട്ടടുത്ത കോളത്തിൽ എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നോക്കുക, പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ടേബിളിൻ്റെ ഫോമാറ്റിംഗ് പുതിയ കോളത്തിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു. ഇനി യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈക്വൽ യൂണിറ്റ്സ്. ശ്രദ്ധിക്കുക, ഇവിടെ കോളത്തിൻ്റെ പേര് എഴുതി വന്നാൽ കാണാം. യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോർമുല ഈ കോളത്തിലെ എല്ലാ സെല്ലുകളിലേക്കും കോപ്പി ചെയ്യപ്പെട്ടു. ഇതിനാണ് കാൽക്കുലേറ്റഡ് കോളം എന്ന് പറയുന്നത്. അതായത് എക്സൽ ടേബിളിലെ ഏതൊരു കോളത്തിലും നമ്മളൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിലെ എല്ലാ വരികളിലേക്കും ആ ഫോർമുല ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ചെയ്യപ്പെടും. അതേസമയം ഈ നോർമൽ ഡേറ്റ റേഞ്ചിൽ ഇവിടെ ഫോർമുല ക്രിയേറ്റ് ചെയ്ത ശേഷം താഴെയുള്ള സെല്ലുകളിലേക്ക് നമ്മൾ മാനുവലായിട്ട് കോപ്പി ചെയ്യുകയായിരുന്നു. ഇനി എക്സൽ ടേബിൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം നോക്കാം. ഈ ടേബിളിലുള്ള എല്ലാ ബില്ലുകളുടെയും ഒരു ഗ്രാൻഡ് ടോട്ടൽ വേണമെന്ന് വിചാരിക്കാം. അതിനുവേണ്ടി ഈക്വൽ സം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ കോളത്തിലുള്ള വാല്യൂസിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടി. എന്നാൽ എക്സൽ ടേബിളിൽ ഇങ്ങനെ ഫോർമുല ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. എക്സൽ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക, ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ പോവുക, ടോട്ടൽ റോ എന്ന ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. നോക്കുക, ടേബിളിന് താഴെ ടോട്ടൽ എന്ന പുതിയൊരു വരി ആഡ് ചെയ്യപ്പെട്ടു. ഇവിടെ അവസാനത്തെ കോളത്തിലെ എമൗണ്ടിൻ്റെ ടോട്ടൽ വന്നാൽ കാണാം. ഇങ്ങനെ ടോട്ടൽ മാത്രമല്ല, ആവറേജ്, കൗണ്ട്, മാക്സ്, മിൻ എന്നിങ്ങനെയുള്ള അഗ്രിഗേഷൻസും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആവറേജ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കോളത്തിലുള്ള വാല്യൂസിൻ്റെ ആവറേജ് ആണ് ഇവിടെ കാണിക്കുക. മാക്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കോളത്തിലുള്ള ഏറ്റവും വലിയ വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ കിട്ടാനായിട്ട് മിൻ. വീണ്ടും ടോട്ടലാണ് കിട്ടേണ്ടതെങ്കിൽ സം. ഈ അവസാനത്തെ കോളത്തിൽ മാത്രമല്ല, ഈ ടേബിളിലെ എല്ലാ കോളത്തിലും ഇത്തരം ടോട്ടൽസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ടോട്ടൽ യൂണിറ്റ്സിന് വേണ്ടി സം, ആവറേജ് പ്രൈസ് കിട്ടണമെങ്കിൽ ആവറേജ്. എക്സൽ ടേബിൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നോക്കാം. എക്സൽ ടേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫോർമുലകളും ടേബിളിലേക്ക് ഡേറ്റ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഒരു ഉദാഹരണം നോക്കാം. ഈ സെയിൽസ് ഡേറ്റയിൽ നിന്ന് iPhone 15 എത്ര എണ്ണം വീതം വിറ്റുപോയെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി ഇവിടെ ഒരു ഫോർമുല ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ സം ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സം ഇഫ് ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ഇൻപുട്ട് റേഞ്ച്, പ്രോഡക്റ്റ് നെയിംസ് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ,
രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ, iPhone 15 ആണ് ഇവിടുത്തെ കണ്ടീഷൻ, കോമ മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച്, നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ആകെ 4 ഐഫോണുകളാണ് വിറ്റുപോയിട്ടുള്ളത്. ഇനി ഇതേ ഫോമുല എക്സൽ ടേബിളിലും അപ്ലൈ ചെയ്യുന്നു. ഈക്വൽ സം എഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, റേഞ്ച് എന്ന ഒന്നാമത്തെ ഇൻപുട്ട്, കോമ ക്രൈറ്റീരിയ iPhone 15 ആണ് ക്രൈറ്റീരിയ, കോമ സം റേഞ്ച്, യൂണിറ്റ്സ് കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. വിറ്റുപോയ ഐഫോണുകളുടെ എണ്ണം 4. ഇനി അഡീഷണൽ ഡേറ്റ എന്ന ഷീറ്റിൽ വരുന്നു. ഇവിടെ കുറച്ച് സെയിൽസ് ഡേറ്റ കാണാം. ഈ ഡേറ്റ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, കോപ്പി. ആദ്യത്തെ ഷീറ്റിൽ വരുന്നു. പുതിയതായിട്ട് വന്ന ഡേറ്റ ഈ ടേബിളിന് താഴേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യണം. പുതിയതായിട്ട് വന്ന ഡേറ്റയിലും ഐഫോണിൻ്റെ സെയിൽസ് നടന്നിരിക്കുന്ന കാണാം. എന്നാൽ ഇവിടെ റിസൾട്ടിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതേസമയം ഈ ഡേറ്റ എക്സൽ ടേബിളിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. നോക്കുക, ഫോർമുലയുടെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. 26 iPhone 15 ആണ് വിറ്റുപോയിരിക്കുന്നത്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റോ ഓട്ടോമാറ്റിക്കായിട്ട് ടേബിളിന് അടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. മാത്രമല്ല ടോട്ടൽ റോയിലുള്ള വാല്യൂസും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ആവറേജ് പ്രൈസ്. ഇനി വാല്യൂ ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ എക്സൽ ടേബിളിൻ്റെ മറ്റൊരു ഫീച്ചറാണ് നമ്മൾ ഉപയോഗിക്കുക, സ്ലൈസർ. എക്സൽ ടേബിൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നാലാമത്തെ അഡ്വാൻറ്റേജ്. ഈ നോർമൽ ഡേറ്റ റേഞ്ച് ഫിൽട്ടർ ചെയ്ത് iPhone 15 എണ്ണം കണ്ടെത്തണമെങ്കിൽ ഈ കോളം ഹെഡർ സെലക്ട് ചെയ്യുന്നു, ഡേറ്റ, ഫിൽറ്റർ, പ്രോഡക്റ്റ്, iPhone 15, ഓക്കെ. ടോട്ടൽ 26. ഫിൽറ്റർ ക്ലിയർ ചെയ്യാനായിട്ട് ക്ലേ ഫിൽറ്റർ. അതേസമയം സ്ലൈസർ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ എക്സൽ ടേബിൾ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. എങ്ങനെ നോക്കുക, ടേബിൾ ക്ലിക്ക് ചെയ്യുക, ടേബിൾ ഡിസൈൻ, ഇൻസേർട്ട് സ്ലൈസർ. നമുക്ക് വേണ്ടുന്ന ഐറ്റം ഉള്ളത് പ്രോഡക്റ്റ് എന്ന കോളത്തിലാണ്. പ്രോഡക്റ്റ്, ഓക്കെ. പ്രോഡക്റ്റ് എന്ന കോളത്തിലുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നാൽ കാണാം. iPhone 15 ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഫിൽട്ടർ ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, iPhone 15 26, നത്തിങ് ഫോൺ, OnePlus Watch 3. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് കാണണമെങ്കിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കറസ്പോണ്ടിങ് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യാം. ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ട് ക്ലേ ഫിൽറ്റർ. എക്സൽ ടേബിൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഞ്ചാമത്തെ പ്രയോജനം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ എക്സൽ ടേബിളിലെ ഡേറ്റ ഈ വർക്ക് ബുക്കിലെ ഏതൊരു വർക്ക് ഷീറ്റിലേക്കും വളരെ പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങനെ നോക്കാം, അഡീഷണൽ ഡേറ്റ എന്ന ഷീറ്റിൽ വരുന്നു. ഈ സെല്ലിലേക്ക് സെയിൽസ് ഡേറ്റ എന്ന എക്സൽ ടേബിൾ കൊണ്ടുവരാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ സെയിൽസ് ഡേറ്റ എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴേ തന്നെ സെയിൽസ് ഡേറ്റ എന്ന പേര് ഇവിടെ വന്നാൽ കാണാം. സെയിൽസ് ഡേറ്റ എന്ന പേര് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, സെയിൽസ് ഡേറ്റ എന്ന ടേബിളിലെ ഡേറ്റയാണ് ഈ കാണുന്നത്. ഇനി ഈ ടേബിളിലെ ഏതെങ്കിലും ഒരു കോളം മാത്രം മതിയെങ്കിൽ, ഉദാഹരണത്തിന് പ്രോഡക്റ്റ് എന്ന കോളം മാത്രം മതിയെങ്കിൽ ഈക്വൽ സെയിൽസ് ഡേറ്റ, ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. നോക്കുക, സെയിൽസ് ഡേറ്റ എന്ന ടേബിളിലെ കോളങ്ങളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. പ്രോഡക്റ്റ് എന്ന കോളം സെലക്ട് ചെയ്യുന്നു, ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്, എൻ്റർ. എക്സൽ ടേബിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെയും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സൽ ടേബിളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.